ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പാറൂസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു വെജ് കുറുമയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് മസാലയൊന്നും ചേർക്കാതെ എല്ലാവർക്കും പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കണേ. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാനൊരു കുക്കറിലേക്ക് ഒരു അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചതുര കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റും ഒരു ഇടത്തരം ക്യാരറ്റ് തന്നെ ഞാൻ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബീൻസാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4-5 ബീൻസൊക്കെ ധാരാളം മതിയായിരിക്കും. അതുപോലെ നമ്മൾ സോയ, ഏകദേശം 1 കപ്പ് സോയ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് നന്നായിട്ട് കഴുകി ഈ ഒരു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് നമ്മൾ കൂടുതലായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളിനി തേങ്ങയൊക്കെ അരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തേങ്ങ കുറച്ച് കട്ടിയാക്കിയൊക്കെ അരച്ചെടുത്താൽ മതിയായിരിക്കും. ഇതുപോലെ കുക്കർ അടച്ചിട്ട് നമ്മൾ ഒരു വിസിൽ മാത്രം അടിച്ചു കൊടുത്തു. ഇനി നമ്മളിതിനുള്ള അരപ്പാണ് ഈ സമയം കൊണ്ട് തയ്യാറാക്കുന്നത്. ഞാനിതാ ഒരു 3/4 കപ്പോളം തേങ്ങ നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എരിവിനായിട്ട് ഇതിനകത്ത് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് ചേർത്തു. ഇനി ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ പെരിഞ്ജീരകം, അതുപോലെ കുറച്ച് കുരുമുളക്, ഇത്രയും മാത്രമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. വേറെ കൂടുതലായിട്ട് നമ്മൾ എരിവിനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഉള്ളി അതുപോലെ തക്കാളി ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ തേങ്ങ അരച്ചെടുക്കുക. ഇതുപോലെ. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ എയറൊക്കെ പോയിട്ടുണ്ടേ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നോക്കി നോക്കൂ, അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കഷ്ണങ്ങളെല്ലാം. ഇനി നമ്മൾ ഒന്ന് ഇളക്കി കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അമ്മ ഒരുപാട് ഒടിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എപ്പോഴും നിങ്ങൾ വേവിച്ചെടുക്കുക. ഒരുപാട് ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിക്കൊരു ടേസ്റ്റ് കുറവ് പോലെ തോന്നാറുണ്ട്. ഇനി നമ്മളിതാ അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ. ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണേ. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ അരപ്പൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ ഒരു 1 മിനിറ്റോളമൊക്കെ നന്നായിട്ട് തിളച്ചാൽ ധാരാളം മതിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് കുറുകി വന്നു. ഇനി നമ്മളിതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി ഏകദേശം ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി കറിയെ ഒന്നുകൂടെ ഒന്ന് രുചികരമാക്കാനായിട്ട് ഞാനിതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള വെജ് കുറുമ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന വ്യത്യസ്തമാർന്ന രുചികൾക്കായിട്ട് കാത്തിരിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.